ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 3 റെസിപ്പികളുടെ വീഡിയോ ആണ് കേട്ടോ. 2-3 മിനിറ്റ് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പോൾ അതെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു കുഞ്ഞു ബോളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പായാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പായാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളിതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ പാലിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ആ പാലൊന്ന് പോകുന്ന രീതിയിലൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ചൊരു കോൺഫ്ലെക്സിലാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ബ്രെഡ് ക്രംസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിലൊന്ന് കോട്ട് ചെയ്തിട്ട് നല്ലൊരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയൊരു രീതിയിൽ ഒന്ന് ഫ്രൈയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് തിരിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഒന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഈസിയാണ്. അതുപോലെ തന്നെ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടി. ഇനി നമുക്ക് അതിലും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ഞാനിതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ മയണൈസാണ് കേട്ടോ. അപ്പം ഹോം മെയ്ഡായിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 4 കഷ്ണം പീസ് ബ്രെഡാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാവുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്തിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം സൈഡിൽ വേണമെങ്കിൽ കുറച്ച് മൈദാമാവ് ഒന്ന് തേച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് മൈദാമാവ് സൈഡിലൊക്കെ ഒന്ന് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് റോളാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ചൊരു മൈദൻ്റെ ഒരു മിക്സ് ഉണ്ട്. 2 ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു പുറമെ ഒരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവർ സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരം തന്നെയാണ്. ഷവർമൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇനി നമ്മുടെ ആരും മനം മയക്കുന്ന അത്രയും രുചിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് അളവിൽ സേമിയ കുറച്ച് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ 2 കപ്പ് അളവിൽ പാല് ഞാൻ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 5-6 മിനിറ്റിന് ശേഷം അത്യാവശ്യം ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കട്ട കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല തണുപ്പ് 1-2 മണിക്കൂർ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഒരു ചെറിയ കുറഞ്ഞ അളവിൽ 2 കാരക്കയും അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല കുറഞ്ഞ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം മുകളിലൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ ഒരു ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനും കുടിക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.